ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വിലയുടെ വലിയ ടി വിയാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതെ, സാംസങ്ങിൻ്റെ ഒരു ഫ്രീ സ്റ്റൈൽ മിനി സ്മാർട്ട് പ്രൊജക്ടറാണ്. മാക്സ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ നിന്ന് ഓൺലൈനായിട്ടാണ് ഞാൻ സാധനം പർച്ചേസ് ചെയ്തത്. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് അതിൻ്റെ കാറ്റലോഗും യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് കുഴിച്ചു പോയാലട്ടോ നമ്മളെ പ്രൊജക്ടർ കിട്ടുക. കാണാൻ തന്നെ എന്തൊരു ചന്താണല്ലേ. വെള്ളയിൽ പൊതിഞ്ഞൊരു മുത്തുമണി, കയ്യിലൊക്കെ ഇങ്ങനെ കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു സൂപ്പർ സാധനം. അപ്പോൾ ആ പാക്കിംഗ് ഒക്കെ പൊട്ടിച്ച് നമ്മൾ സാധനം കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് കാണാൻ അതിൻ്റെ ഒരു ഭംഗി. മക്കളെ, എത്ര സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്കൊരു 63 വാട്ട്സിൻ്റെ അഡാപ്റ്ററും ഉണ്ട്, വയറും ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് റിമോട്ടാണ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ റിമോട്ട്, ഏകദേശം അതേ പ്രൊജക്റ്റിൻ്റെ വലുപ്പം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടും ഒരേപോലെ. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാലോ, പ്ലഗിൽ കുത്തി കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കുറേ ബട്ടൺസ് കാണാൻ പറ്റും. ഈ ബട്ടണൊക്കെ നമുക്ക് റിമോട്ടിലും കിട്ടും. വെറുതെ അതിൽ ഞെക്കിയിട്ട് കേടെടുത്തട്ട. ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ സെറ്റിങ്സ് വരും. നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഗൂഗിൾ ID ഒക്കെ കൊടുത്തിട്ട് മൊബൈൽ ഓപ്പൺ ചെയ്യുന്നത് പോലെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. വളരെ ഈസിയാണ്. ഒരു പിൻ കോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും സ്ക്രീന് ലോക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയും സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സാധനം സെക്യൂർ ആയിട്ടാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ പോലെ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് ആകാശത്ത് ആക്കാം, ചുമരമാക്കാം. അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്ലാരിറ്റിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോ ഫോക്കസ്, കീ സ്റ്റോൺ, ഇതെല്ലാം ഒരു ബട്ടണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫോക്കസ്, അതൊരു ഭയങ്കര ക്വാളിറ്റിയുള്ളൊരു സംഗതി കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പ്രൊജക്ടർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ആവും. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്ക്രീന് 30 ഇഞ്ച് മുതൽ 100 ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഭിപ്രായം പറയണേ.